ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫദക്കിർ ബിൽ ഖുർആനി മൻ യഖാഫു വഈദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാഴ്ചയിൽ കൂടുതലായി ശക്തമായ മഴ നമ്മുടെ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ ധാരാളം പേരെ ദുരിതത്തിലും മരിക്കുന്നതിന് കാരണവുമായി മാറിയിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ പള്ളിയിൽ നമ്മൾ ജുമയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഏതാനും വർഷങ്ങളായി ജൂലൈ ആഗസ്റ്റ് മാസങ്ങൾ ആശങ്കയോടെയും അതിലേറെ ഭീതിയോടെയുമാണ് കേരള ജനത നോക്കിക്കാണുന്നത്. ശക്തമായ മഴ, കാറ്റ്, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, പ്രളയം തുടങ്ങിയ ദുരിതങ്ങളും ദുരന്തങ്ങളും ഈ മാസങ്ങളിൽ എല്ലാ വർഷവും ആവർത്തിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു. പ്രത്യേകിച്ച് 2018 അതിശക്തമായ പ്രളയത്തിനും ദുരന്തത്തിനും ശേഷം ഈ മഴക്കെടുതി എല്ലാ വർഷവും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. മുൻ വർഷങ്ങളിൽ വയനാട്ടിലെയും മലപ്പുറത്തെയും ഇടുക്കിയിലെയും കൂത്തുമലയിലും കവളപ്പറമ്പിലും ചൂരൽമലയിലും മുണ്ടക്കയിലുമൊക്കെയായിരുന്നു എങ്കിൽ ഈ വർഷം അത് നമ്മുടെ ജില്ലയെയും ബാധിച്ചിരിക്കുന്നു. ആറന്മുളയും റാന്നിയും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ദിവസങ്ങളോളം വെള്ളത്തിൻ്റെ അടിയിലായി. അവിടെയുണ്ടായിരുന്ന ധാരാളം കുടുംബങ്ങളിൽ നിന്ന് ആയിരക്കണക്കിനായ മനുഷ്യർ ഒട്ടേറെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിക്കപ്പെട്ടിരിക്കുന്നു. കോട്ടയം ജില്ലയിലും പാലായിലും ഈരാറ്റുപേട്ടയിലും ശക്തമായ ഉരുൾപൊട്ടലും മഴക്കെടുതിയും കാരണമായി കോടിക്കണക്കിന് സമ്പത്തുകൾ നശിക്കുകയും കച്ചവട സ്ഥാപനങ്ങളും കച്ചവട ചരക്കുകളും മഴയിൽ കുതിർന്ന് നനഞ്ഞ് നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്നു. ഒരു രാത്രി ഉറങ്ങാൻ കിടന്നവർ ഇങ്ങനെ ഒരു ദുരന്തം പ്രതീക്ഷിച്ചിരുന്നില്ല. വെളുപ്പാങ്കാലത്ത് 3 മണിയോടെ തങ്ങൾ കിടന്നുറങ്ങുന്ന കട്ടിലുകളിലും ബെഡുകളിലും വെള്ളത്തിൻ്റെ നനവ് വന്ന് തങ്ങളെ ഉണർത്തിയപ്പോഴാണ് അറിയുന്നത് മഴക്കെടുതിയും ജലപ്രളയവും തങ്ങളെ ബാധിച്ചിരിക്കുന്നു. തങ്ങളുടെ വീടുകളെയും കച്ചവട സ്ഥാപനങ്ങളെയും കൃഷിയിടങ്ങളെയും ബാധിച്ചിരിക്കുന്നു. തങ്ങൾ പലരുടെയും കുടുംബത്തിൽപ്പെട്ട പലരും കാണാതായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആപേക്ഷികമായി മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മരണസംഖ്യ കുറവാണെങ്കിലും 28 മരണം ഈ ചെറിയ ഒരു മഴക്കെടുതിയിൽ സംഭവിച്ചിരിക്കുന്നു. ഇപ്പോഴും വീടുകളിലേക്ക് തിരിച്ചു പോകാൻ കഴിയാത്ത നിലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലായി ധാരാളം സഹോദരങ്ങൾ കഴിഞ്ഞുകൂടുന്നു. ഈ മഴക്കെടുതി ഓരോ വർഷവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കാരണമായിട്ട് പലതും നമുക്ക് പറയാനുണ്ടെങ്കിലും, അല്ലെങ്കിൽ കാലാവസ്ഥാ നിരീക്ഷകർക്കും അതുമായി ബന്ധപ്പെട്ടവർക്കും അതിൻ്റെ കാരണങ്ങൾ പലതും കണ്ടെത്താൻ കഴിയുന്നുണ്ട് എങ്കിലും പരിശുദ്ധമായ ഖുർആൻ, നമ്മുടെ വഴികാട്ടിയായ അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന നമ്മൾ മഴയെക്കുറിച്ചും മഴയുമായി ബന്ധപ്പെട്ട അള്ളാഹുവിൻ്റെ കുദറത്തുകളെക്കുറിച്ചും പ്രതിഭാസങ്ങളെക്കുറിച്ചും പരിശുദ്ധ ഖുർആനിൽ വിവിധ സ്ഥലങ്ങളിലായി അള്ളാഹു മനുഷ്യന് ഉത്ബോധനം നൽകുന്നു. ആ മഴയിൽ അനുഗ്രഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും
മഴയെക്കുറിച്ച് അള്ളാഹു പ്രതിപാദിക്കുന്നു. അദാബിന്റെയും ശിക്ഷയുടെയും മഴയെക്കുറിച്ചും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിപാദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത്തരുണത്തിൽ പരിശുദ്ധ ഖുർആൻ മഴയെയും മഴയോടനുബന്ധിച്ചുണ്ടാകുന്ന പ്രതിഭാസങ്ങളെയും എങ്ങനെയാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, അതിൽ നിന്നുള്ള എന്ത് മെസ്സേജാണ് അള്ളാഹു നമുക്ക് ഉത്ബോധനമായി നൽകുന്നത്, കുറഞ്ഞ സമയത്തിൽ നമുക്ക് വിലയിരുത്താം, ചിന്തിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനുഗ്രഹത്തിന്റെ മഴ, കാരുണ്യത്തിന്റെ മഴ, പുതുജീവനത്തിന്റെ മഴ നിമിഷ നേരം കൊണ്ട് അദാബിന്റെ മഴയായി, ശിക്ഷയുടെ മഴയായി മാറ്റാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കഴിയുമെന്നാണ് പരിശുദ്ധമായ ഖുർആൻ നൽകുന്ന സന്ദേശം. രണ്ട് വിധം മഴകളെ കുറിച്ചും അല്ലാഹു പറയുന്നുണ്ട്. വനസ്സൽനാ മിനസ്സമാഇ മാഅൻ മുബാറകൻ ഫഅംബത്നാ ബിഹി ജന്നാത്തിൻ വഹബ്ബൽ ഹസീദ് വന്നഖ്ല ബാസിഖാത്തിൻ ലഹാ തൽഉൻ നദീദ് റിസ്ഖൻ ലിൽ ഇബാദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹത്തിന്റെ മഴയെക്കുറിച്ചാണ് സൂറത്ത് ഖാഫിലൂടെ വ്യക്തമാക്കുന്നത്. അള്ളാഹുവിന്റെ അപാരമായ കുദറത്തും കഴിവുകളും മനുഷ്യൻ അള്ളാഹു വ്യക്തമാക്കി കൊടുക്കുന്നിടത്ത് അനുഗ്രഹത്തിന്റെ മഴയെക്കുറിച്ചും ആ മഴയിലൂടെ ഉണ്ടാകുന്ന ഭൂമിയുടെ നന്മയെക്കുറിച്ചും മനുഷ്യന്റെ ഭക്ഷണത്തെക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിപാദിക്കുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. വനസ്സൽനാ മിനസ്സമാഇ മാഅ, അല്ലാഹു പറയുകയാണ്, നാമാണ് ഉപരിലോകത്ത് നിന്ന് വെള്ളത്തെ ഇറക്കി തന്നത്. മുബാറക്കൻ, അത് അനുഗ്രഹത്തിന്റെ വെള്ളമാണ്, സമ്പൽ സമൃദ്ധിയുടെ വെള്ളമാണ്, ഐശ്വര്യത്തിന്റെ മഴയാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഴയെ പരിചയപ്പെടുത്തുന്നത് മാഅൻ മുബാറക്കൻ എന്നാണ്. പ്രിയപ്പെട്ടവരെ, ശക്തമായ ഉഷ്ണകാലത്ത്, വേനൽക്കാലത്ത് വല്ലാത്ത ചൂട് അനുഭവപ്പെട്ട് ഒരൽപ്പം മഴത്തുള്ളിക്ക് വേണ്ടി കാത്തിരിക്കുന്ന, അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിത്തരുന്ന കാരുണ്യത്തിന്റെ മഴ, അനുഗ്രഹത്തിന്റെ മഴ, സമ്പൽ സമൃദ്ധിയുടെ മഴ, അതാണ് ഇവിടെ അല്ലാഹു പറയുന്നത്. മാഅൻ മുബാറകൻ ഫഅംബത്നാ ബിഹി ജന്നാത്തിൻ വഹബ്ബൽ ഹസീദ് വന്നഖ്ല ബാസിഖാത്തിൻ ലഹാ തൽഉൻ നദീദ് റിസ്ഖൻ ലിൽ ഇബാദ്. ചുരുക്കി പറഞ്ഞാൽ, ആ മഴയിലൂടെ വരണ്ടുണങ്ങിക്കിടന്ന ഭൂമിയെ അല്ലാഹു സജീവമാക്കി തീർക്കുകയും അതിൽ അവിടെവിടെയായി മറഞ്ഞു കിടന്ന വിത്തുകളെയും ബീജഗണങ്ങളെയും അല്ലാഹു ഈ പുതുമഴയിലൂടെ സജീവമാക്കി, ജീവസുദ്ധതാക്കി, ഭൂമിയെ പച്ച പിടിപ്പിച്ച്, ഭൂമിയെ ഐശ്വര്യകരമാക്കി, ക്ഷേമകരമാക്കി മാറ്റി, മനുഷ്യനാവശ്യം പോലെയുള്ള അന്നം ഉൽപാദിപ്പിക്കുന്ന ആ മഴ അനുഗ്രഹത്തിന്റെ മഴയായിട്ട് റിസ്ഖൻ ലിൽ ഇബാദ്, അവന്റെ അടിമകൾക്കുള്ള ഉപജീവനത്തിന്റെയും ഭക്ഷണത്തിന്റെയും കാരണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുപോലെ മറ്റൊരു ഭാഗത്ത് സൂറത്ത് ശുആറയിൽ അല്ലാഹു കാരുണ്യത്തിന്റെ മഴയെ, ഐശ്വര്യത്തിന്റെ മഴയെ വിശദീകരിക്കുന്നുണ്ട്. വഹുവല്ലദീ യുനസ്സിലുൽ ഗൈസ മിൻ ബഅദി മാ ഖനതു, മനുഷ്യരൊക്കെയും നിരാശരായി മഴയിന് ലഭിക്കുകയില്ല എന്ന പ്രതീതിയിൽ കഴിഞ്ഞുകൂടുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉഷ്ണകാലത്ത് തന്നെ മഴയെ ഈ ഭൂമി ലോകത്തേക്ക് വർഷിപ്പിക്കുന്ന ആ കാരുണ്യത്തിന്റെ മഴയാണ് അല്ലാഹു അവിടെ പറയുന്നത്. വഹുവല്ലദീ, ആരാണ് അല്ലാഹു? യുനസ്സിലുൽ ഗൈസ, അവൻ കാരുണ്യത്തിന്റെ, ക്ഷേമൈശ്വര്യത്തിന്റെ മഴയെ ഇറക്കുന്നവനാണ്. മിൻ ബഅദി മാ ഖനതു, അവരൊക്കെയും മഴയെ തൊട്ട് നിരാശരായി കഴിഞ്ഞുകൂടിയതിനു ശേഷം വയൻഷുറു റഹ്മതഹു, അവന്റെ ഈ
കാരുണ്യത്തിന്റെ മഴയെ അള്ളാഹു ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് പരത്തുന്നു, അള്ളാഹു വ്യാപിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആൻ ഫതറൽ അർള ഹാമിദതൻ ഫൈദാ അൻസൽനാ അലൈഹൽ മാഅ ഇഹ്തസത് വറബത് വഅംബതത് മിൻ കുല്ലി സൗജിൻ ബഹീജ്. വരണ്ടുണങ്ങിക്കിടന്ന ഭൂമി അതോടുകൂടി അത് തുടികൊട്ടുന്നു. വറബത്, അത് വീർക്കുന്നു. ഗർഭിണികൾ അവരുടെ കുഞ്ഞുങ്ങളെ ഗർഭം ചുമക്കുന്നതിന് സമാനമായി ഭൂമി അതിന്റെ ഗർഭസ്ഥ ശിശുക്കളാകുന്ന കായികനികൾ ഉൽപാദിപ്പിക്കുന്ന സസ്യലതാദികളെ ഗർഭം ധരിക്കുന്നു. അള്ളാഹു അങ്ങനെയാ പറയുന്നത്. എന്നിട്ട് അള്ളാഹു എല്ലാ ഇനത്തിലും പെട്ട ഇണകളായ കായികനികളെ സസ്യലതാദികളെ ഉൽപാദിപ്പിച്ച് കായികനികൾ അള്ളാഹു മനുഷ്യർക്ക് ഭക്ഷണമായി നൽകുന്നു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഭൂമിയിൽ അള്ളാഹു അനുഗ്രഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും മഴയെ വർഷിപ്പിക്കുന്നതിനെ കുറിച്ച് പരിശുദ്ധമായ ഖുർആനിൽ വിവിധ ഭാഗങ്ങളിലായിട്ട് അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ തൗഹീദിനെ അംഗീകരിച്ച് അവന് ഇബാദത്ത് ചെയ്യണമെന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മനുഷ്യനോട് സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ ആഹ്വാനം ചെയ്യുമ്പോൾ, യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅ. മനുഷ്യരെ സൃഷ്ടിച്ച അള്ളാഹുവിന്റെ അപാരമായ കഴിവിനെയും കുദറത്തിനെയും മനുഷ്യന്റെ മുമ്പിൽ അള്ളാഹു വെളിപ്പെടുത്തിയിട്ട് രണ്ടാമതായിട്ട് അള്ളാഹുവിന്റെ ക്വാളിറ്റിയായി യോഗ്യതയായി അള്ളാഹു പറയുന്നത് ഭൂമിയിൽ അള്ളാഹു മഴയെ വർഷിപ്പിച്ച് കായികനികളെ മുളപ്പിക്കുന്ന അള്ളാഹുവിന്റെ അപാരമായ കഴിവിനെ കുറിച്ചാണ്. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്നത് മഴ അനുഗ്രഹത്തിന്റെ മഴ, ഐശ്വര്യത്തിന്റെ മഴ, കാരുണ്യത്തിന്റെ മഴ. ഈ മഴ ഭൂമിയിൽ അള്ളാഹു അവനുദ്ദേശിക്കുന്ന നേരം നൽകിയില്ല എങ്കിൽ ഈ ഭൂമിയിൽ മനുഷ്യന് ജീവിക്കാൻ കഴിയുകയില്ല, മറ്റ് ജീവികൾക്ക് ജീവിക്കാൻ കഴിയുകയില്ല. അപ്പോൾ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ കാരുണ്യത്തിന്റെ മഴ. എന്നാൽ ഇതേ മഴയെ തന്നെ പടച്ച തമ്പുരാന് ശിക്ഷയുടെ മഴയാക്കി മാറ്റാൻ, രൂപപ്പെടുത്താൻ കഴിയുമെന്ന താക്കീതും അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ദൈവനിഷേധികളും പ്രവാചക വിരോധികളുമായ ആ ജനതയെ അള്ളാഹു പാഠം പഠിപ്പിക്കുന്നതിനും നശിപ്പിക്കുന്നതിനും ഇറക്കിയത് ആകാശത്ത് നിന്നുള്ള ഇതേ മഴ തന്നെയായിരുന്നു. പക്ഷേ ആ മഴയുടെ ശക്തി അള്ളാഹു അല്പം കൂട്ടി. ഇന്ന് ആധുനിക ഭാഷയിൽ പുതിയ അറിവിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മേഘവിസ്ഫോടനം എന്നൊക്കെ പറയുന്ന ആ മഴയുടെ രീതി അല്ലാഹു സുബ്ഹാനഹു വ തആല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനതയിൽ ശിക്ഷയായിട്ട് ഇറക്കിയതായി അല്ലാഹു വിശദീകരിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ പല ഭാഗങ്ങളിലും ഇത് കാണാം. ഏറെ പ്രസക്തമായിട്ട് അല്ലാഹു പറയുന്നത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനതയോടുള്ള നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രബോധനവും അവരുടെ ധിക്കാരവും അവഗണനയും ഇതൊക്കെ വിശദീകരിച്ചതിന് ശേഷം നൂഹ് നബി അല്ലാഹുവിനോട് വല്ലാതെ ദുഃഖിതനായിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന രംഗം സൂറത്തുൽ ഖമറിൽ അല്ലാഹു വിശദീകരിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി അവർക്കിറക്കിയ ശിക്ഷയുടെ മഴയെ സംബന്ധിച്ച്, ജലപ്രളയത്തെ സംബന്ധിച്ച് അല്ലാഹു വിശദീകരിക്കുന്നുണ്ട്. ഫഫതഹ്നാ അബ്വാബസ് സമാഇ ബിമാഇൻ മുൻഹമിർ വഫജ്ജർനൽ അർള ഉയൂനാ ഫൽതഖൽ മാഉ അലാ അംരിൻ ഖദ് ഖുദിർ. ഫഫതഹ്നാ, നമ്മൾ അങ്ങോട്ട് തുറന്നു, അബ്വാബസ് സമാഇ, ആകാശത്തിന്റെ കവാടങ്ങളെ. ഏതുപോലെ എന്നാൽ ഇന്ന് അണക്കെട്ടുകളുടെ ജലസംഭരണികളുടെ ഷട്ടറുകൾ ചില പ്രത്യേക സമയങ്ങളിൽ തുറന്ന് വെള്ളം വിടുന്നത് പോലെ അതിനേക്കാൾ ശക്തിയായിട്ട് ആകാശത്തിന്റെ കവാടങ്ങള് അഥവാ ആകാശത്തിലെ മഴയുടെ ഷട്ടറുകള് അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു എന്നാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്. ഫഫതഹ്നാ, നമ്മൾ തുറന്നു, അബ്വാബസ് സമാഇ, ആകാശത്തിന്റെ കവാടങ്ങളെ, ബിമാഇൻ മുൻഹമിരിൻ, കുത്തിച്ചൊരിയുന്ന മഴയിലൂടെ.
ശക്തമായ മഴയിലൂടെ, മേഘവിസ്ഫോടനത്തിലൂടെ. എന്നിട്ടോ വഫജ്ജർനൽ അർള ഉയൂനാ, ഭൂമിയിൽ എല്ലാ ഭാഗങ്ങളിലും അല്ലാഹു ജലപ്രളയമുണ്ടാക്കി, അഥവാ ഉരുൾപൊട്ടലുമുണ്ടാക്കി. ആകാശത്തു നിന്നും ശക്തമായ നിരന്തരമായ മഴ, ഭൂമിയിലാണെങ്കിലോ എല്ലാ ഭാഗത്തു നിന്നും ഉരുൾപൊട്ടൽ. വഫജ്ജർനൽ അർള ഉയൂനാ ഫൽതഖൽ മാഉ, അങ്ങനെ ഈ രണ്ട് വെള്ളങ്ങളും ആകാശത്തു നിന്നുള്ള പേമാരിയിലൂടെ ഭൂമിയിൽ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന വെള്ളവും ഭൂമിയുടെ അന്തർഭാഗങ്ങളിൽ നിന്നും ഉരുൾപൊട്ടി പുറത്തേക്ക് നിർഗളിച്ച വെള്ളവും പരസ്പരം കൂടിച്ചേർന്നൊഴുകി. എന്തിനു വേണ്ടി? അല അംരിൻ ഖദ് ഖുദിർ, അല്ലാഹു തആല തീരുമാനിച്ച ഒരു തീരുമാനം നടപ്പിലാക്കുന്നതിന് വേണ്ടി. അതെന്തായിരുന്നു? ദൈവനിഷേധികളും ധിക്കാരികളുമായ ആ ജനതയെ അല്ലാഹു നശിപ്പിക്കാൻ ഉദ്ദേശിച്ചു എന്നുള്ളതായിരുന്നു. ലോകത്തറിയപ്പെട്ട ഏറ്റവും വലിയ തൂഫാൻ, ഏറ്റവും വലിയ ജലപ്രളയം അന്നാണ് ഉണ്ടായത്. 6 മാസം നീണ്ടു നിൽക്കുന്ന അതിശക്തമായ മഴ, പ്രിയപ്പെട്ടവരെ, നമുക്ക് ആലോചിക്കാൻ പോലും കഴിയുകയില്ല. ഇറാഖിന്റെയും ഇറാനിന്റെയും അന്നുള്ള പ്രദേശങ്ങൾ മുഴുവനും വെള്ളത്തിനടിയിൽ മാസങ്ങളോളം മുങ്ങിക്കിടന്നു എന്നുള്ളതാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പലിൽ മാത്രമാണ് അന്ന് മനുഷ്യരുണ്ടായിരുന്നത്, മറ്റു ജീവികൾ ഉണ്ടായിരുന്നത്. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഇത് ശിക്ഷയുടെ മഴയായിട്ട് താക്കീദിന്റെ സ്വരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകുന്ന മുന്നറിയിപ്പാണ്. മറ്റൊന്ന്, ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനത ഇന്നത്തെ ജോർഡാന്റെ ഭാഗമായ പഴയ ഫലസ്തീനും ജോർഡാനും സിറിയയും ഒക്കെ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗഹീദിന്റെ പ്രബോധകനായി നിശ്ചയിച്ചത് തന്റെ കുടുംബത്തിൽപ്പെട്ട ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആയിരുന്നു. എന്നാൽ ആ ജനത തികച്ചും ധിക്കാരികളായി മാറി. ലൈംഗികമായ പൂർണ്ണമായ ശുദ്ധി ആ ജനതയിൽ നിന്ന് നഷ്ടപ്പെട്ടിരുന്നു. അല്ലാഹു അവരെ ശിക്ഷിക്കാൻ തീരുമാനിപ്പിച്ചപ്പോൾ ഒരു മഴയാണ് അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷയാക്കി ഇറക്കിയത്. വഅംദർനാ അലൈഹിം മതറാ ഫസാഅ മതറുൽ മുൻദരീൻ. പരിശുദ്ധമായ ഖുർആനിൽ സൂറത്ത് ശുഅറായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ചാണ് പറയുന്നത്. വഅംദർനാ അലൈഹിം മതറാ, അവരുടെ മേൽ നാം ശിക്ഷയുടെ കല്ലുമഴയെ വർഷിപ്പിച്ചു. ഫസാഅ മതറുൽ മുൻദരീൻ, ഏതൊരു ധിക്കാരികളായ ആൾക്കാർക്കാണോ ആ മഴ വർഷിച്ചത് അവരുടെ അന്ത്യം വളരെ മോശമായി തീർന്നു. പ്രിയപ്പെട്ടവരെ, എന്തായിരുന്നു ആ മഴയും ശക്തമായ ഉരുൾപൊട്ടലും കാരണമായിട്ട് അവർ അധിവസിച്ചു കൊണ്ടിരുന്ന വിശാലമായ പ്രദേശം കീഴ്മേൽ മറിഞ്ഞു എന്നുള്ളതാണ്. ആ പ്രദേശത്താണ് ഇന്ന് ഡെഡ് സീ അഥവാ ചാവുകടൽ രൂപാന്തരപ്പെട്ടിരിക്കുന്നത്. അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഇറക്കിയ ശിക്ഷയുടെ ജീവിക്കുന്ന ഉദാഹരണമായിട്ട്, തെളിവായിട്ട് ഇന്നും അല്ലാഹു ഭൂമി ലോകത്ത് നിലനിർത്തിയിരിക്കുന്ന ആ ജലാശയമാണ് ഡെഡ് സീ അഥവാ ചാവുകടൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഈ രീതിയിൽ മഴയെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്, വർണ്ണിക്കുന്നുണ്ട്, വിവരിക്കുന്നുണ്ട്. ഇതിലൂടെയെല്ലാം നാം പാഠം ഉൾക്കൊള്ളേണ്ടത്, പടച്ച തമ്പുരാൻ ഒരു കാര്യം തീരുമാനിച്ചാൽ ആ തീരുമാനം അവൻ നടപ്പിലാക്കുക തന്നെ ചെയ്യും. അതിന് ചിലപ്പോൾ മാറ്റം ഉണ്ടാക്കുന്നത് അവന്റെ അടിമകളുടെ മനമുരുകിയുള്ള പ്രാർത്ഥനയായിരിക്കും, ദുആ ആയിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമയദൈർഘ്യം ഭയന്നുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമുക്ക് നൽകുന്ന ഉത്ബോധനങ്ങൾ, പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് നൽകുന്ന ഉപദേശങ്ങൾ നമ്മുടെ ഇഹപര വിജയത്തിന് കാരണമാകുന്ന, ഉതകുന്ന ഏറ്റവും നല്ല ഉപദേശങ്ങളായി, സാരോപദേശങ്ങളായി നാം ഉൾക്കൊള്ളണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. മഴ സൃഷ്ടാവായ റബ്ബിൽ നിന്നുള്ള ദൃഷ്ടാന്തമാണ്. ആകാശത്ത് നിന്ന് വർഷിക്കുന്ന മഴ കേവലം ജലം ഭൂമിയിൽ നൽകുന്നതിന് മാത്രമല്ല, റബ്ബിൽ നിന്നുള്ള പാഠങ്ങൾ അതിൽ അടങ്ങിയിരിക്കുന്നു. പ്രകൃതിയുടെ പ്രതിഭാസം മാത്രമല്ലാതെ ഭൂമിയിലെ ജീവിതത്തോടൊപ്പം മരണാനന്തര ജീവിതത്തെ കൂടി
ഓർമ്മപ്പെടുത്തുന്നതാണ്. മഴയും മഴയോടനുബന്ധിച്ച് ഭൂമിയിൽ നടക്കുന്ന പ്രതിഭാസങ്ങളുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് ആവർത്തിച്ചു പറയുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിർജീവമായി കിടക്കുന്ന ഭൂമിയിലെ വിത്തുകൾ, ബീജഗണങ്ങൾ ഈ മഴയിലൂടെ മുളച്ചു പൊന്തി സജീവമാകുന്നത് മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്നും മരണപ്പെട്ട് ഖബറിന്റെ ഉള്ളിൽ, മണ്ണിന്റെ ഉള്ളിൽ ആയതിനു ശേഷം വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പിടിച്ചെടുത്തു കൊണ്ടുപോയ റൂഹുകളെ ഈ മണ്ണിൽ ലയിച്ചു ചേർന്ന മിശ്രിതവുമായിട്ട് കൂട്ടിയിണക്കി അവരെ ജീവിപ്പിക്കും. അങ്ങനെയുള്ള ഒരു പുനർജീവനവും ഒരു പരലോകവും ഉണ്ട് എന്നുള്ള ഏറ്റവും വലിയ തത്വവും കൂടി വിശദീകരിക്കുന്നതിനാണ് ഈ മഴയും മഴയെ തുടർന്ന് ഭൂമി ഉൽപ്പാദിക്കുന്ന കായ്കനികളും ഭൂമി സജീവമായി തീരുന്ന സസ്യശ്യാമളമായ വയലേലകളും മാമലകളും കൃഷിയിടങ്ങളും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിരിക്കുന്നത് എന്നുകൂടി നാം ഈ തരുണത്തിൽ മനസ്സിലാക്കണം. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, മഴക്കെടുതി, ജലപ്രളയങ്ങൾ, ദുരിതങ്ങൾ, ദുരന്തങ്ങൾ ഉണ്ടാവുന്നതിനെ തൊട്ട്, അള്ളാഹു അത് ശിക്ഷയായി ഇറക്കുന്നതിനെ തൊട്ട് നാം പടച്ചവനോട് കാവൽ തേടണം. അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഈ വിഷയത്തിൽ നമുക്കെമ്പാടും മാതൃകയുണ്ട്. മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ റഅൽ മത്റ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശത്തു മത്റിനെ കണ്ടാൽ, മത്ർ എന്ന വാക്ക് പരിശുദ്ധ ഖുർആൻ മഴയ്ക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഗൈസ് എന്ന വാക്ക് പരിശുദ്ധ ഖുർആൻ മഴയ്ക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഗൈസ് അനുഗ്രഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും മഴയ്ക്ക് വേണ്ടി അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ള വാക്കാണെങ്കിൽ, മത്ർ എന്നുള്ളത് പലപ്പോഴും ശിക്ഷയുടെ മഴയ്ക്ക് വേണ്ടിയാണ് അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മത്റിനെ ആകാശത്ത് കണ്ടാൽ, അഥവാ നിബിധങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ ഈ മഴ അനുഗ്രഹത്തിന്റെ മഴയല്ല, അത് ക്ഷാമത്തിന്റെയും കെടുതിയുടെയും ദുരന്തത്തിന്റെയും ദുരിതത്തിന്റെയും ഒക്കെ മഴയാവാൻ സാധ്യതയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് തോന്നുമ്പോൾ പാല നബി തങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തരുന്ന മഴയെ സയ്യിബൻ നാഫിഅ, ഉപകാരപ്രദമായ അനുഗ്രഹത്തിന്റെ മഴയാക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ സുഖിയ റഹ്മത്തിൻ, അല്ലാഹുവേ കാരുണ്യത്തിന്റെ കുടിനീരാക്കി തരണേ തമ്പുരാനെ. വലാ സുഖിയ അദാബിൻ വലാ ബലായിൻ വലാ ഹദിമിൻ വലാ ഗർഖിൻ, അല്ലാഹുവേ ഈ മഴ അദാബിന്റെ മഴയാക്കല്ലേ തമ്പുരാനെ, വിപത്തിന്റെ മഴയാക്കല്ലേ നാഥ. കെട്ടിടങ്ങളും വീടുകളും സ്ഥാപനങ്ങളും തകർന്നു തരിപ്പണമായി പോകുന്ന മഴയാക്കല്ലേ അല്ലാ. വലാ ഗർഖിൻ, മനുഷ്യരും മറ്റു മൃഗങ്ങളും മുങ്ങിച്ചത്തു പോകുന്ന, മരിച്ചു പോകുന്ന അവസ്ഥയിലുള്ള മഴയാക്കല്ലേ, പ്രളയത്തിന്റെ മഴയാക്കല്ലേ നാഥ. ഈ രീതിയിൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ അനിവാര്യമായിട്ടും ഇതുപോലെയുള്ള പ്രാർത്ഥനകൾ നാം പഠിച്ചെടുക്കുകയും അള്ളാഹുവിനോട് നാം ഓരോരുത്തരും വിനീതരായിക്കൊണ്ട് ദുആ ചെയ്യുകയും വേണം. അല്ലാതെ രക്ഷയില്ല പ്രിയപ്പെട്ടവരെ. എന്തെല്ലാം സംവിധാനങ്ങള് മഴക്കെടുതിക്കെതിരെ മനുഷ്യർ ഒരുക്കിയാലും പടച്ച തമ്പുരാന്റെ തീരുമാനത്തിന്റെ മുമ്പിൽ എല്ലാം നിഷ്ക്രിയമായി പോകുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഴക്കെടുതി വരാതിരിക്കുന്നതിന്, ജലപ്രളയം ഉണ്ടാകാതിരിക്കുന്നതിന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെ കാണാം. അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, അല്ലാഹുമ്മ അലൽ അകാമി വൽറാബി വബുതൂനിൽ ഔദിയതി വമനാബിത്തിശ് ശജർ, അല്ലാഹുവേ ഈ മഴയെ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ, ഞങ്ങൾക്ക് കേടാക്കരുത്. അല്ലാഹുവേ മഴ ശക്തമായിട്ട് നീ വർഷിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ അത് ഞങ്ങളിൽ നിന്നും വിദൂര പ്രദേശങ്ങളിലേക്ക്, ജനവാസമില്ലാത്ത നാടുകളിലേക്ക്, മലകളിലേക്ക്, കുന്നുകളിലേക്ക് ആക്കണേ തമ്പുരാനെ. ഈ രീതിയിൽ അർത്ഥം വരുന്ന പ്രാർത്ഥനകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രാർത്ഥനകളായിട്ട് നമുക്ക് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അതുപോലെ തന്നെ ഇടിയും മിന്നൽ പിണറുമൊക്കെ
മഴയോടനുബന്ധിച്ച് ഉണ്ടാകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളും ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. മഹാനായ പ്രവാചക ശിഷ്യൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ പറയുകയാണ്, അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ സമിഅ അർ-റഅദ വസ്-സവായിഖ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടിനാദം കേട്ടാൽ, മിന്നൽ പിണറുകൾ കണ്ടാൽ, ഖാല നബി തങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുമ്മ ലാ തഖതുൽനാ ബിഗളബിക, അല്ലാഹുവേ ഞങ്ങളുടെ ഭാഗത്തു നിന്നും വന്നുപോയ അരുതായ്മകൾ കാരണമായിട്ട് നിനക്ക് കോപമുണ്ടായി, അങ്ങനെ നീ ഞങ്ങളെ നശിപ്പിക്കല്ലേ നാഥാ. അല്ലാഹുമ്മ ലാ തഖതുൽനാ ബിഗളബിക വലാ തുഹ്ലികനാ ബിഅദാബിക, ഈ മഴയെ അദാബായി തിറക്കിക്കൊണ്ട് റബ്ബേ നീ ഞങ്ങളെ ശിക്ഷിക്കരുതേ, ഈ ഇടിനാദങ്ങളെയും ഈ മിന്നൽ പിണറുകളെയും അല്ലാഹുവേ ഞങ്ങൾക്ക് കേടായ നിലയിൽ നീ ഞങ്ങളുടെ മേൽ ഇറക്കരുതേ തമ്പുരാനെ. വഅഫിനാ ഖബല ദാലിക, ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണേ നാഥാ. ഇങ്ങനെയുള്ള പ്രിയപ്പെട്ടവരെ ഒരുപാട് ദുആകൾ നമുക്ക് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. സാന്ദർഭികമായി നാം ഈ കാലഘട്ടത്തിൽ പഠിച്ചിരിക്കേണ്ടുന്ന അനിവാര്യമായ പ്രാർത്ഥനകൾ കൂടിയാണിത് എന്ന് നാം തിരിച്ചറിയുക. അല്ലാഹു നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ പ്രാർത്ഥനകളൊക്കെ പ്രിയപ്പെട്ടവരെ നമ്മൾ പഠിച്ചെടുക്കണം എന്നോടുകൂടി ഈ സന്ദർഭത്തിൽ ഉണർത്തി, അല്ലാഹു മഴ വർഷിപ്പിക്കുമ്പോൾ, അല്ലാഹു പ്രകൃതിയിൽ ചില പ്രതിഭാസങ്ങൾ നമുക്ക് കാണിച്ചു തരുമ്പോൾ പടച്ചവനെ കുറ്റം പറയുന്നവരായി നാം മാറരുത്. കാരണം അല്ലാഹു ഈ ഭൂമി ലോകത്ത്, ഈ പ്രപഞ്ചത്തിൽ ഒരു കൃത്യമായ വ്യവസ്ഥ, സന്തുലിതാവസ്ഥ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ സന്തുലിതാവസ്ഥയെ തകർക്കുന്ന രീതിയിൽ മനുഷ്യരുടെ വികസനത്തിന്റെ പേരിലുള്ള കൈകടത്തലുകളാണ് ഇന്ന് നാം കാണുന്ന ഈ പ്രകൃതി ദുരന്തങ്ങൾക്കെല്ലാം കാരണമെന്ന് കൃത്യമായും നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. കൂടുതൽ വിശദീകരിക്കേണ്ട. പാറകൾ മുഴുവനും പൊട്ടിച്ചു തീർക്കുന്നു. ഭൂമിയുടെ ആണികളായിട്ടാണ്, ആണിക്കല്ലുകളായിട്ടാണ് പർവ്വതങ്ങളെയും പാറകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിരിക്കുന്നത്. അലം നജ്അലിൽ അർള മിഹാദാ വൽ ജിബാല ഔതാദാ, തൊട്ടിൽ സമാനമായിട്ട് ഭൂമിയെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ സംവിധാനിച്ച അല്ലാഹു ആ ഭൂമിയുടെ നിലനിൽപ്പിന് അനിവാര്യമായിട്ട് പർവ്വതങ്ങളെയും പാറകളെയും അതിന് ആണിയാക്കി വെച്ചിരിക്കുന്നു. ആ പർവ്വതങ്ങളെ, ആണികളാകുന്ന പാറകളെ പൊട്ടിച്ചു തീർക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അതെല്ലാം ഈ ഭൂമിയുടെ മുകളിൽ കൊണ്ടുവന്ന് കോൺക്രീറ്റ് സൗധങ്ങളായിട്ട് കാടുകളാക്കി മാറ്റുമ്പോൾ ഭൂമി അതിദ്രുതഗതിയിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. മണിക്കൂറിൽ ഭൂമിയുടെ വേഗത പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും കടക്കുന്നില്ല. ആ ഭൂമി അതിൻ്റെതായ ഭ്രമണപഥത്തിൽ നിന്നും തെറ്റും പ്രിയപ്പെട്ടവരെ. അതിന്റെ അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്ന ബാലൻസിന് നമ്മളായി തെറ്റിക്കും പ്രിയപ്പെട്ടവരെ. അതാണെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. വെള്ളം ഒലിച്ചുപോയി ഇറങ്ങാൻ ജലവാഹിനിയായി തീരാനുള്ള തണ്ണീർത്തടങ്ങള്, വയലേലകള് ഇതെല്ലാം നികത്തി അവിടെയെല്ലാം മണ്ണിട്ട് നാം കോൺക്രീറ്റ് കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ, വലിയ വലിയ മാളുകൾ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെയുള്ള അപകടങ്ങൾ ഉണ്ടാകും. അതിലുപരി വെള്ളം ഒലിച്ചു പോകുന്നതിന് അല്ലാഹു സംവിധാനിച്ചിരിക്കുന്ന ഒട്ടേറെ പുഴകൾ, കായലുകൾ, ജലസംഭരണികൾ, മുൻകാലഘട്ടങ്ങളിലെ ജലപ്രളയം കാരണമായിട്ട് വന്നടിഞ്ഞിരിക്കുന്ന മണ്ണുകളും കല്ലുകളും തടികളും മരങ്ങളും മുഴുവനും അവിടെ കിടന്ന് അതിന്റെ ആഴം ഇല്ലാതാക്കി തീർക്കുമ്പോൾ കുത്തി ഒലിച്ചു വരുന്ന മലവെള്ളം പിന്നെ എങ്ങോട്ട് ഒലിച്ചു പോകും? കരകവിഞ്ഞൊഴുകും. അത് നമ്മുടെ വീടുകളിൽ കടക്കും, നമ്മുടെ കെട്ടിടങ്ങളെ നാശപ്പെടുത്തും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യർ ഉണർന്ന് ചിന്തിച്ച് പടച്ച തമ്പുരാൻ ഏതൊരു ബാലൻസ് ആണോ ഈ പ്രപഞ്ചത്തിലും ഭൂമിക്കും വെച്ചിരിക്കുന്നത്, അല്ലാഹു പരിശുദ്ധമായ സൂറത്തുർ റഹ്മാനിൽ പറയുന്നത് പോലെ ഒരു കൃത്യമായ ബാലൻസ് പ്രകൃതിക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. അതിൽ അക്രമം നിങ്ങൾ കാണിക്കരുത് എന്ന് അല്ലാഹു താക്കീതും നൽകിയിട്ടുണ്ട്. അതിനെ എതിർ പ്രവർത്തിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് അല്ലാഹുവിനെ കുറ്റം പറയല്ലേ. പ്രവാചകൻ പഠിപ്പിക്കുന്നു, കാറ്റ് വീശുമ്പോൾ
മഴ കടുക്കുമ്പോൾ നിങ്ങൾ അള്ളാഹുവിനെ ശപിക്കരുത്, കുറ്റം പറയരുത്. ലാ തസുബ്ബു ദഹ്റ ഇന്നമാ അന ദഹ്ർ. അള്ളാഹുവിനെ നിങ്ങൾ പഴിക്കരുത്. നിങ്ങളുടെ പ്രവണത കൊണ്ട്, നിങ്ങളുടെ പ്രവൃത്തിയുടെ തിക്തഫലമായിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണേ എന്ന്. അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി തൗബ ചെയ്ത് പടച്ച തമ്പുരാനിലേക്ക് മടങ്ങാനും അവനെ പൂർണ്ണാർത്ഥത്തിൽ അനുസരിച്ച് ജീവിക്കാനും പ്രിയപ്പെട്ടവരെ, ഈ ഓരോ ദുരന്തങ്ങളും നമുക്ക് ഗുണപാഠമാകേണ്ടതുണ്ട്. ഓരോ ജലപ്രളയങ്ങളും നമുക്ക് കാരണമാകേണ്ടതുണ്ട്. അതല്ലാതെ അതിജീവനത്തിന്റെ മാർഗങ്ങൾ മാത്രം നാം മനസ്സിലാക്കി അതിനെ തയ്യാറെടുക്കുക മാത്രം ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷ നൽകണമെന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളാകുന്ന നമ്മളെങ്കിലും ഈ വിഷയത്തിൽ ബോധവാന്മാരാകണമെന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെയുള്ള കെടുതികളിൽ നിന്നും പ്രളയങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും നമ്മുടെ നാടുകളെയും വീടുകളെയും നമ്മുമായി ബന്ധപ്പെട്ടവരെയും മുഴുവൻ മനുഷ്യരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഈ ദുരിതത്തിന്റെ പേരിൽ, ദുരന്തത്തിന്റെ പേരിൽ ഓരോരുത്തരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾക്ക്, വേദനകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് പരിഹാരം നൽകുമാറാകട്ടെ. ആ മേഖലകളിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കുമൊക്കെ ഓരോ മനുഷ്യരും സഹായിക്കുന്ന സഹായങ്ങൾക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകുകയും എല്ലാവരുടെയും വിഷമങ്ങൾ മാറ്റുകയും ചെയ്യുമാറാകട്ടെ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.